ഹലോ, ഇതെന്താ പ്രഹസനം എന്നല്ലേ പറയാട്ടോ. ഇത് ഒരു ഷോപ്പിംഗ് കൂപ്പണാണ് €80. അതിലെഴുതിയിട്ടുണ്ട് €80 എന്നുള്ള. അപ്പോൾ അത് മാക്സിമം എൻ്റെ ബഡ്ജറ്റാണ് €80. ഇത് സുജിത്തിന് കിട്ടിയാണ് കേട്ടോ ഓഫീസിൽ നിന്ന്. അപ്പോൾ അതിന് നേരെ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അരച്ചു. മോൻ്റെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അരച്ചതുണ്ട്. അപ്പോൾ മാക്സിമം എന്തൊക്കെയാണ് കിട്ടാൻ നോക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി, മോൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങി. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ബസ്സാണ് കേട്ടോ. അതായത് സിറ്റിയിൽ ഫുള്ള് കവർ ചെയ്യുന്ന ഫ്രീ ആണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ബസ്സാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബുലോഞ്ചേറി ഉണ്ട്, ഒരു ബേക്കറി. ഞാൻ അവിടെ കയറിയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. ഒരു ഷോക്കുള്ള ഷുദ്, അത് ഹോട്ട് ചോക്ലേറ്റിനും പിന്നെ ക്രോസോ ഉണ്ട്, ഇവിടുത്തെ ഫേമസ് ആണ്. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ബ്രാസ്റ്റലോ അങ്ങനത്തെ ഒരു സാധനമാണ്. എനിക്ക് വലിയ അറിവില്ല ആ സാധനത്തിന്. അപ്പോൾ അതും വാങ്ങിച്ചു. പക്ഷെ അതൊരു ഉപ്പാണ് കേട്ടോ. ഫുൾ അതിൻ്റെ മുകളിൽ വിതറിയിട്ടുള്ള ഉപ്പ് കുഞ്ഞു കുഞ്ഞു ഉപ്പിൻ്റെ പീസസാണ്. അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ല. ഞാൻ പകുതി കടിച്ചിട്ട്, ഞാൻ ഇതുവരെയായിട്ട് ഇത് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കഴിച്ചതിന് ശേഷം തിരിച്ച് ബാഗിൽ തന്നെ ഇട്ടു. ക്രോസോൺ നോർമലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രോസോൺ കഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചെടുത്തിട്ട് പിജണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ പിജൻ കിട്ടിയ സന്തോഷത്തിലാണോ അറിയില്ല, തൊട്ടപ്പുറത്തെ ടേബിളിൽ കയറി ഇരുന്നിട്ട് ഇനി കിട്ടുമോ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ടേബിളിൽ വന്നിരിക്കുന്നുള്ള പേരുണ്ട് എന്നെ വേഗം ആട്ടി ഓടിച്ചു. ഇനി ക്രോസോൺ ഇവിടുത്തെ നോർമലി കഴിക്കണം എന്ന് പറയാറുള്ളത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു കഷ്ണം എടുത്തിട്ട് പിന്നെ നമ്മൾ കോഫിയോ എന്തിലാണോ കഴിക്കണം അതിൽ മുക്കി കഴിക്കണം. നമ്മൾ ഇത് കഴിക്കില്ല, എന്താ പറയുക, ബണ്ണ കഴിക്കുന്ന പോലെ. ഈ ക്രോസോൺ നമ്മളുടെ ഒരു പപ്സിൻ്റെ ഒരു ടെക്സ്ചർ പോലെ ആയിട്ട് കുറച്ച് ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ക്രോസോൺ കഴിക്കുമ്പോൾ നമ്മൾ ഈ പപ്സ് കഴിക്കുമ്പോൾ നമ്മൾ ആകെ നാണം കെടുത്തെന്ന് പറയുന്ന പോലെ ക്രോസോൺ കഴിക്കുമ്പോൾ ഫുൾ ആവും കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാൻ അവിടെ ഇരുന്നത് അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊള്ളാതെ വിചാരിച്ചിട്ട് ഇരുന്നത്. പക്ഷേ ആ വെയിലിൻ്റെ ഉച്ചസ്ഥായി എത്തിയപ്പോൾ അവിടുന്ന് വേഗം എണീറ്റ് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഫിനിഷ് ചെയ്തിട്ട് നമ്മളെ കടയിൽ കയറി കേട്ടോ. കടയിൽ കയറിയിട്ട് എൻ്റെ ഒരു ഉദ്ദേശം എനിക്കൊരു വൈറ്റ് ടോപ്പോ അല്ലെങ്കിൽ ഒരു റോബ് എന്ന് പറഞ്ഞാൽ ഒരു ഉടുപ്പ്, ഒരു കുഞ്ഞു മിനി ഒരു ഉടുപ്പൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. തുടച്ചൊക്കെ നല്ല ടൈൽസൊക്കെ നല്ല സ്ലിപ്പ് ആവുന്ന ഒരു മട്ടായിരുന്നു. പക്ഷെ എനിക്ക് വൈറ്റ് കിട്ടിയില്ല കേട്ടോ. കാരണം അത് അത്യാവശ്യം നല്ല കത്തിയാണ്. അപ്പോൾ മാക്സിമം €80 മാക്സിമം എന്തൊക്കെയാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാനതൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ എനിക്ക് നേരെ സെഫോറയിലേക്ക് ഒരു ഉണ്ടായിരുന്നു. സെഫോറയിലേക്ക് വേഗം വിട്ടിട്ട് അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടോ. എന്തൊക്കെയാണ് വാങ്ങിച്ചു എന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. മോളി വിളിച്ച് ഞങ്ങൾ